ഇന്ന് നമ്മുടെ ഇദ്ദയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാമിലെ സ്ത്രീകളുടെ അവകാശവും അവരുടെ ബാധ്യതകളും അതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ശരീഅത്ത് നിയമങ്ങളുമൊക്കെ സവിസ്തരം ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലമാണിത്. ഈ സമയത്ത് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ മഹിതമായ പാവനമായ സ്ഥാനം എന്തൊക്കെയാണ് എന്നറിയാൻ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ നോക്കൂ, ജാഹിലിയ കാലത്തെ ഒരു സ്ത്രീ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ എന്തൊക്കെയാണ് അവരനുഭവിച്ചത് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളിലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുടെ ചർച്ചകളിലുമൊക്കെ ധാരാളം കാണാം. ഇവിടെ ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ ഒരു ജാഹിലിയ കാലത്ത് ഇസ്ലാം വരുന്നതിന് മുമ്പ് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീയുടെ അവസ്ഥ കാനത്ത് മർഅത്തുൻ ഫിൽ ജാഹിലിയ ഇദാ തൂഫി അൻഹാ സൗജുഹാ ദഖലത്ത് ഹിഫ്ഷൻ വലബിസത്ത് ഷർറ സിയാബിഹ വലം തമസ്സ ത്വീബൻ വലാ ഷൈഅൻ ഹത്താ തമുറസന ثم تؤتى بدابة وتفتض بها ثم تخرج فتؤتى بعرة فترمي بها. ഇത് എന്തായി പറയുന്നതെന്നറിയോ? ജാഹിലിയ കാലത്ത് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ആ പെണ്ണ്, ആ സ്ത്രീ വിധവ, അവരെ ഒരു ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക്, എന്ന് പറഞ്ഞാൽ വളരെ കുടുസായ ഒരു മുറിയിലേക്ക് കടത്തും. ഏറ്റവും മോശപ്പെട്ട വസ്ത്രമായിരിക്കും അവളെ ധരിപ്പിച്ചിരിക്കുക. അവൾക്ക് സുഗന്ധം പൂശാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവളുടെ മേനി കഴുകാനോ ശുദ്ധി വരുത്താനോ കുളിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ ഒരു വർഷക്കാലം അവൾ ഈ ഇരുട്ടുള്ള മുറിയിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ കുണ്ടം മുറിയിൽ അവൾ കഴിച്ചു കൂട്ടണം. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 4 സംഗതികളാണ്. ഒന്ന്, അവൾ വസ്ത്രം ഒഴിവാക്കണം. ഈ ചീഞ്ഞളിഞ്ഞ വസ്ത്രം അവൾ എവിടെയെങ്കിലും വഴിയിലോ കാട്ടിലോ ആളില്ലാത്ത സ്ഥലത്തോ ഉപേക്ഷിക്കണം. 2, ഈ വസ്ത്രം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ വസ്ത്രം ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ, ആ മൃഗം ഏതെങ്കിലും ആവാം, നായയാവാം, ആടാവാം, കഴുതയാവാം, പക്ഷിയാവാം, മൃഗത്തിൻ്റെ ശരീരത്തിൽ വരതിയിട്ട് വേണം ഈ വസ്ത്രം എറിയാൻ. എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടുണ്ടാകുന്ന മുഴുവൻ ദുരിതവും ഈ മൃഗത്തിലേക്ക് ചെല്ലട്ടെ എന്ന വിശ്വാസത്തിലാണ് ഈ ചെയ്യുന്നത്. ഈ മൃഗം ചത്തുപോകുമെന്നാണ് അവരുടെ വിശ്വാസം. 2, അവൾ പിന്നീട് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ അവൾ ഇറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ചാണകം അല്ലെങ്കിൽ പഴകിയ എന്തെങ്കിലും വൃത്തികെട്ട വസ്തുക്കൾ ഇത് അവൾ പുറത്തേക്ക് വലിച്ചെറിയും. ഈ വലിച്ചെറിയുന്നതിൻ്റെ അർത്ഥം ഒരു കൊല്ലത്തെ എൻ്റെ ദുരിതം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറയലാണ്. അതിൻ്റെ ഒരു മോഡൽ ചെയ്യണത്, ഒരു മാതൃക ചെയ്യാണിത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വർഷം ഇദ്ദ ആചരിക്കുന്ന ഈ പെണ്ണ് സമൂഹത്തിന് അപശകുനമാണ്, സമൂഹത്തിന് ദോഷമാണ്, കുടുംബത്തിന് ഭാരമാണ് എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ മനസ്സിലാക്കണം. ഇസ്ലാം വരുന്നതിന് മുമ്പ് അറബ് നാട്ടിലെ ഒരു സാധാരണ പെണ്ണിൻ്റെ അവസ്ഥയാണിത്. ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു പെണ്ണിൻ്റെ അവസ്ഥ. എന്നിട്ടൊരു വർഷം ഇവൾ കുളിക്കുന്നില്ല, വസ്ത്രം നല്ലത് ധരിക്കുന്നില്ല, വസ്ത്രം മാറുന്നില്ല, സുഗന്ധം ഉപയോഗിക്കുന്നില്ല, ജട കെട്ടിയ മുടിയും അഴുകിയ ശരീരവുമായി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഒട്ടകത്തിൻ്റെയോ കഴുതയുടെയോ ഏതെങ്കിലും വസ്തുവിൻ്റെ ചാണകം എടുത്ത് പുറത്തേക്ക് എറിയുകയും വസ്ത്രം ഏതെങ്കിലും ഒരു ജന്തുവിൻ്റെ ശരീരത്തിൽ ഉരസി അത് വലിച്ചെറിയുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവൾ പുറത്തേക്ക് മോചിതയാകുന്നു. ഇതോടുകൂടി പ്രശ്നം തീരുന്നില്ല. ഈ ഭർത്താവ് മരിച്ച പെണ്ണിനെ ആരാണ് ഏറ്റെടുക്കുക? മക്കളേറ്റെടുക്കും. അവർക്ക് ഉമ്മയെ വിൽക്കാം, അവർക്ക് ഉമ്മയെ ആർക്കെങ്കിലും കാഴ്ചവെക്കാം. ബന്ധുക്കളേറ്റെടുക്കും. അവർക്ക് വിവാഹം ചെയ്യാതെ ഈ പെണ്ണിനെ സ്വന്തം വെപ്പാട്ടിമാരെ പോലെ കൊണ്ടു നടക്കാം. കാരണം ഇവൾക്ക് സ്വത്തിന് അവകാശമില്ല, ഒരു സ്വത്തും അവൾക്കൊട്ട് കൊടുക്കുകയുമില്ല. മൂന്നാമത്തെ കാര്യം, ഒരു വിവാഹം, പുനർവിവാഹം എന്നൊരു വിവാഹം അവൾ സ്വന്തം ആലോചിക്കാനേ പാടില്ല. അതിനുള്ള സ്വാതന്ത്ര്യം അവൾക്കില്ല. പിന്നെ
കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും അവൾക്കൊരു വിവാഹം ഉണ്ടാക്കിയാൽ അവർ പറയുന്ന വിവാഹം, അവർ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് അവൾക്ക് നിന്ന് കൊടുക്കേണ്ടി വരും, തല താഴ്ത്തി കൊടുക്കേണ്ടി വരും. അല്ലാതെ അവൾക്ക് അഭിപ്രായം പറയാൻ പാടില്ല. പിന്നെ അവൾക്ക് കിട്ടിയ മഹർ ഉണ്ടല്ലോ, ഭർത്താവിൽ നിന്ന് കിട്ടിയ മഹർ, ജാഹിലിയ കാലത്ത് മഹർ ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ മഹർ അവളിൽ നിന്ന് ബന്ധുക്കൾ വാങ്ങി വെക്കും. അത് അവൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, കൊടുക്കൂല. ഇങ്ങനെ ഒരു വർഷക്കാലം അവൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും, ഈ ദുരിതമൊക്കെ അനുഭവിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും അവൾക്ക് സ്വത്തിന് അവകാശമില്ല, സ്വതന്ത്രമായ വിവാഹ ജീവിതമില്ല. അടിമയേക്കാൾ തരം താഴ്ന്ന രൂപത്തിൽ അവൾ കഴിഞ്ഞുകൂടുകയും ഏറ്റവും ഇപ്പോൾ അവർക്കൊരു മോശപ്പെട്ട കാഴ്ചയാണ് വിധവയെ കാണുക എന്നത്. അർമിലത്തിനെ കാണുക എന്നുള്ളത് ഒരു മോശപ്പെട്ട അപശകുനമാണ്, ദുശകുനമാണ്. മാത്രമല്ല കുടുംബത്തിനും സമൂഹത്തിനും അവൾ ഭാരമാണ് എന്നതുകൊണ്ടാണ് അവൾ അങ്ങനെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അവസ്ഥയിൽ നിന്നാണ് ഒരു പെണ്ണിനെ അള്ളാഹുവിൻ്റെ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളെ കൊണ്ടുവരുന്നത്. ഏതിലേക്ക്? നിങ്ങൾ നോക്കൂ, ഒരു കുടുംബത്തിൽ ഒരു മരണം നടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നബി പറഞ്ഞതായി സ്വഹാബത്ത് പറയണം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കുന്നാ നുൻഹ അൻ നുഹിദ്ദ അലാ മയ്യിത്തിൻ ഫൗഖ സലാസിൻ, ഒരു മരണം നടന്ന് വീട്ടുകാർക്ക് 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം നിരോധിക്കപ്പെട്ടു എന്നാണ്. ദുഃഖാചരണം നിരോധിക്കപ്പെട്ടു ഒരു കുടുംബത്തിലെ മൊത്തം അംഗങ്ങൾക്ക്. മരണം നടന്ന വീട്ടിലെ അംഗങ്ങൾക്ക് 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം നിരോധിക്കപ്പെട്ടു. ഇവിടെ ഒഴിവാക്കപ്പെടുന്നത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ മാത്രമാണ്. അവർ 4 അശ്ഹുരിൻ വ അശ്റ, അവർ 4 മാസവും 10 ദിവസവും അവർ ദുഃഖം ആചരിക്കണം. ഇതിൻ്റെ നിയമങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പാടില്ല. ഈ ദുഃഖം ആചരിക്കുന്നതിൻ്റെ രീതി നമ്മൾ പറയാം. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഖുർആൻ പറഞ്ഞത് 4 മാസവും 10 ദിവസവും അവർ ദുഃഖം ആചരിക്കണം എന്ന് പറഞ്ഞാൽ ഇദ്ദ ആചരിക്കണം എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കണം, 40 ദിവസമല്ല 4 മാസവും 10 ദിവസവും. നമ്മുടെ നാട്ടിൽ മിക്ക സ്ത്രീകളും, മുസ്ലിം കുടുംബങ്ങളിൽപ്പെട്ട മിക്ക സ്ത്രീകളും 40 ദിവസം കഴിഞ്ഞാൽ പിന്നീട് വാരി വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ കാണുന്നു. ഇവിടെ 4 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ അവർ ഇദ്ദ അവസാനിക്കുന്നു. പിന്നീട് ഇവർക്ക് വിവാഹമാവും. ആ വിഷയങ്ങൾ നമ്മൾ പറയാം. അപ്പോൾ ഈ ഇദ്ദയിലുള്ള നിയമങ്ങൾ എന്താണ്? നിങ്ങൾ ജാഹിലിയത്തെ കാലത്തെ പെണ്ണിൻ്റെ ഒരു വർഷത്തെ ഏത് രൂപത്തിലാണ് അവർ കഴിഞ്ഞുകൂടിയത് എന്ന് മനസ്സിലായല്ലോ. ഇനി ഇസ്ലാമിലെ 4 മാസവും 10 ദിവസവുമാണ് സുദീർഘമായ യുദ്ധകാലം. ഈ യുദ്ധകാലത്ത് ഇതല്ലാത്തൊരു സുദീർഘമായ യുദ്ധകാലം എന്ന് പറയുന്നത് ഗർഭിണിയാണ്. അവൾ തുടക്കത്തിൽ ഗർഭം ധരിച്ച് തുടക്കത്തിലാണെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ അവർ പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ യുദ്ധകാലം. അത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ 4 മാസവും 10 ദിവസവും, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയ ഗർഭിണിയാണെങ്കിൽ അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവർക്ക് നല്ല വസ്ത്രം ധരിക്കാം. അവർക്ക് വീട്ടിൽ സാധാരണ പോലെ, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം, പുരുഷന്മാരുമായി കാണാവുന്ന ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ ഏതെങ്കിലും തരത്തിൽ ഇദ്ദ ആചരിക്കുന്ന ഒരു പെണ്ണ് കാണാൻ പാടില്ലെന്നോ കേൾക്കാൻ പാടില്ലെന്നോ അവരുമായി സംസാരിക്കാൻ പാടില്ലെന്നോ ഒരു നിയമവും അള്ളാഹുവോ റസൂലുള്ളയോ പറഞ്ഞിട്ടില്ല. കുടുംബത്തിൽപ്പെട്ടവരായാലും അല്ലാത്തവരായാലും, വിവാഹം കഴിക്കൽ നിഷിദ്ധമായവരായാലും വിവാഹം കഴിക്കാൻ അനുവാദമുള്ളവരായാലും ഒരു വ്യത്യാസവുമില്ലാതെ അവരോട് സംസാരിക്കുന്നതിനോ അവരെ ഇസ്ലാം പറഞ്ഞ മര്യാദ വെച്ച് കാണുന്നതിനോ കേൾക്കുന്നതിനോ അവരുമായി മറ്റു കാര്യങ്ങളിൽ ഇടപഴകുന്നതിനോ ഒരു തടസ്സവും ഇല്ല. പള്ളിയിൽ പോകാം, നമസ്കരിക്കാൻ പോകാം, തൊഴിൽ ചെയ്യുന്ന സഹോദരിമാരാണെങ്കിൽ അവർക്ക് തൊഴിൽ ചെയ്യാൻ പോകാം, അവർക്ക് അങ്ങാടികളിൽ പോകാം. ഒരൊറ്റ കാര്യമേയുള്ളൂ, അവർ അലങ്കാരമണിഞ്ഞ് പുറത്തിറങ്ങാൻ പാടില്ല, അലങ്കാരമണിഞ്ഞ് വീട്ടിനുള്ളിൽ കഴിയേണ്ടതില്ല. സാധാരണ വസ്ത്രം ധരിച്ച് താൻ ദുഃഖമാചരിക്കുന്നവരാണ് എന്ന ബോധത്തോടെ, താൻ ഇദ്ദയിലാണ് എന്ന ബോധത്തോടു കൂടെ വേണം അവർ ജീവിക്കാൻ. അതിനപ്പുറം അവർക്ക് സ്വന്തം വീട്ടിനുള്ളിൽ
നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി അവരോട് പറഞ്ഞെല്ലാം ആഭരണങ്ങൾ ഊരി വെക്കണം, സുഗന്ധം പൂശേണ്ടതില്ല. പിന്നെ ഈ 2 കാര്യങ്ങളല്ലാതെ അവർക്ക് വിലക്കപ്പെട്ട കാര്യമില്ല. പിന്നെ വിലക്കപ്പെട്ടത് വിവാഹമാണ്. ആ വിവാഹം ഇദ്ദ കഴിഞ്ഞാൽ പിന്നീട് അവരുടെ വിവാഹക്കാര്യം എപ്രകാരമാണ് എന്ന് ഹദീസുകളിലും പിന്നെ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വരുന്നുണ്ട്. പറഞ്ഞത് ഈ 4 മാസക്കാലത്തിനിടെ 4 മാസവും 10 ദിവസത്തിനിടക്ക് അവർക്ക് വിരോധിക്കപ്പെട്ട കാര്യം ആഭരണം അഴിച്ചു വെക്കണം, പിന്നെ മേൽത്തരം മുന്തിയ വസ്ത്രങ്ങൾ അണിഞ്ഞൊരുങ്ങി വീട്ടിനുള്ളിലാണെങ്കിലും അണിഞ്ഞൊരുങ്ങി നിന്നുകൂടാ, പിന്നെ ഒരു റൂമിൽ തന്നെ അടച്ച് കൂടി ഇരിക്കണമെന്നോ വീട്ടിലിരിക്കണമെന്നോ നിയമമില്ല. നിങ്ങൾ നോക്കൂ, ഷാഫി മദ്ഹബിൽ പോലും ഇതാണ് നിയമം. ഷാഫി മദ്ഹബിൽ പോലും പറയുന്നത് പണിയെടുക്കുന്ന നൂൽ നൂൽക്കുകയോ വിറക് ശേഖരിക്കുകയോ ചെയ്യുന്ന പെണ്ണാണെങ്കിൽ, തൊഴിലെടുക്കുന്നവളാണെങ്കിൽ അവൾക്ക് ആ തൊഴിലിന് പോവാം, ഈ തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ എവിടെ പോകുമ്പോഴും ആരുമായി ഇടപഴകുമ്പോഴും ശ്രദ്ധിക്കുക, താൻ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയാണ്, തനിക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 4 മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷമേ പാടുള്ളൂ. സംസാരിക്കുന്നിടത്ത് പെരുമാറുന്നിടത്ത് സാധാരണ ഒരു മുസ്ലിം സ്ത്രീ കാണിക്കുന്ന നല്ല ഇസ്ലാമികമായ മര്യാദയും പെരുമാറ്റവും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ടാവണം. അത് ഇദ്ദ ആചരിക്കുന്ന സമയത്ത് അവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. താൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്നത് അവർ മനസ്സിലാക്കണം. അപ്പോൾ ആഘോഷങ്ങളിൽ അതുപോലെ ചിരിയും കളിയും തമാശകളുമായിട്ടുള്ള വേദികളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം ഈ 4 മാസം താൻ ഇങ്ങനെ അള്ളാഹു പറഞ്ഞ ഒരു നിയമം അനുസരിച്ചാണിത്. ഇതൊരു തഅബ്ബുദി എന്ന് പറയും, ഇബാദത്താണത്, അള്ളാഹ് പറഞ്ഞൊരു ഇബാദത്താണ്. അതിൻ്റെ ഈ നിയമങ്ങളല്ലാതെ അവളെ പരിരക്ഷിക്കണം, അവളുടെ കാര്യം ശ്രദ്ധിക്കണം, കുടുംബത്തിൻ്റെ ബാധ്യതയാണ്. അവളുടെ ഭർത്താവിൻ്റെ മരണശേഷം സ്വത്ത് ഓഹരി വെക്കുന്നിടത്തേക്ക് അവൾക്കുള്ള ഓഹരി കൊടുക്കണം. മഹർ അവളുടെ അവകാശമാണ്. അവളുടെ കയ്യിൽ ആ മഹർ ഉണ്ടെങ്കിൽ അത് അവളുടെ അവകാശമാണ്. അവൾക്കായിട്ട് സ്വത്ത് ഉണ്ടെങ്കിൽ ആ സ്വത്ത് അവളുടേതാണ്. അവളും ഭർത്താവും തമ്മിലുള്ള ബന്ധം വിടുകയല്ല, നേരെ മറിച്ച് ഭർത്താവ് മരണപ്പെട്ടു പോയി എന്നതൊഴിച്ചാൽ വേറെ യാതൊരു തരത്തിലുള്ള പ്രയാസവും അവർ അനുഭവിക്കാൻ പാടില്ല. പറഞ്ഞല്ലോ, വിവാഹത്തിന് സമയമാകുമ്പം ഏത് രൂപത്തിലാണ് ഈ ഇദ്ദയുടെ കാലത്ത് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട കാര്യം ഖുർആൻ പറഞ്ഞത്, അതുപോലെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷമുള്ള വിവാഹക്കാര്യം, ഈ കാര്യവുമായി ബന്ധപ്പെട്ട സംഗതികൾ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് നാളെ സംസാരിക്കാവുന്നതാണ്. ഏതായാലും ആദ്യം നമ്മൾ ജാഹിലിയ കാലത്തെ പെണ്ണിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക, പിന്നീട് ഇസ്ലാം വന്നതിന് ശേഷം പെണ്ണിന് ലഭിച്ച മഹിതമായ സ്ഥാനം മനസ്സിലാക്കുക. അവൾക്ക് സ്വത്ത് വേണം, സ്വത്ത് അവൾക്ക് സമ്പാദിക്കാം, അവൾക്ക് തൊഴിൽ ചെയ്യാം, ഇസ്ലാമികമായ മര്യാദകളൊക്കെ പുരുഷൻ പാലിക്കുന്നത് പോലെ സ്ത്രീയും പാലിച്ച് പൊതുസമൂഹത്തിൽ ഇടപഴകാം. അവർക്ക് അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നതിന് എല്ലാ സ്വാതന്ത്ര്യവും അള്ളാഹു നൽകിയ അവളുടെ പ്രകൃതിക്കിണങ്ങിയ എല്ലാ രൂപത്തിലുള്ള മഹിതമായ സ്ഥാനവും അവർക്ക് കൽപ്പിക്കപ്പെട്ടതാണ്. അതനുസരിച്ച് ഇദ്ദ കാലത്തും അവൾക്ക് കഴിയാം ഈ സൂചിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ബാക്കി എല്ലാ കാര്യങ്ങളിലും താൻ ഹിദ്ദയിലാണ് എന്ന് മനസ്സിലാക്കി അവൾ ജീവിക്കണം. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.